പറയാറായിട്ടില്ലല്ലോ. അന്വേഷണ സംഘമുണ്ട്, തെളിവുകൾ എടുക്കുന്നുണ്ട്. നമ്മൾക്കൊക്കെ അറിയാം ജിംസ, ഈ ചർച്ച തുടങ്ങിയ കാലത്ത് CPM പ്രതിനിധികൾ വന്ന് പറഞ്ഞത് ഏതോ ഒരു പോറ്റി ഇതിനകത്ത് കയറിക്കൂടി. അന്ന് പറഞ്ഞത് കോൺഗ്രസിലേക്കായിരുന്നു. കോൺഗ്രസിൻ്റെ കാലത്താണ് പോറ്റി വന്നത് എന്നൊക്കെ പറഞ്ഞു. അന്ന് പിന്നീട് വന്നു അടുത്ത ചർച്ചയിൽ അടുത്ത ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരിലേക്ക് വന്നു. അന്നും പറഞ്ഞു ദേവസ്വം ബോർഡിന് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ല, പാർട്ടി നേതാക്കന്മാർക്ക് പങ്കില്ല. വാസുവിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വാസുവുണ്ട്, അതിനപ്പുറത്തേക്കില്ല. ഇപ്പോൾ പത്മകുമാറും വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ന് വന്ന വാർത്ത ശരിയാകുമ്പോൾ അത് കടകംപള്ളിയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നു ഇതൊന്നും പാർട്ടിയല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. എന്താണ് പാർട്ടി? 42 കൊല്ലമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു മനുഷ്യരെ പിടിച്ച് അകത്താക്കിയാൽ ഇതും പാർട്ടിയല്ല എന്ന് പറയുമ്പോൾ എന്താണ് പാർട്ടി? എന്താ മോസ്കോയിൽ ഉണ്ടാക്കിയ പുസ്തകം മാത്രമാണോ പാർട്ടി? ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പാർട്ടി അംഗം മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെയുള്ള ആളുകൾ കൂടി ചേർന്നതിൻ്റെ പേരാണ് പാർട്ടി. ആ പാർട്ടിക്കകത്താണ് മോഷണത്തിൻ്റെ കഥകൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ഈ പാർട്ടിക്കകത്താണ്. പിന്നെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു പങ്ക് അത് മിസ്റ്റർ പിണറായി വിജയൻ്റേതാണ്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. എനിക്ക് പോയി കാണാം അദ്ദേഹത്തെ, ഒരു സംശയമില്ല. എന്നെ പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റ് പോയി കാണാം, ബൂത്ത് പ്രസിഡന്റ് പോയി കാണാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കെൽപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമുള്ള ആളുകൾ അത് കേരളത്തിൽ വളരെ കുറച്ച് പേരാ. ആ ആളുകളിൽപ്പെട്ട ആളാണ് വാസു, അതിൽപ്പെട്ട ആളാണ് പത്മകുമാർ. ദേവസ്വം മന്ത്രിക്ക് പോലും റിപ്പോർട്ട് ചെയ്യാതെ നേരിട്ട് പിണറായി വിജയന്റെ ആഫീസകത്തേക്ക് കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള പത്മകുമാർ 42 കൊല്ലമായി ജില്ലാ കമ്മിറ്റി അംഗമായ, സെക്രട്ടേറിയറ്റ് അംഗമായ, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ, DYFI പ്രസിഡന്റായ 2 തവണ MLA ആയ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടേണ്ടത്? അത് കേരളത്തിലെ ഭരണ സംവിധാനത്തിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ നമ്മളെപ്പോഴും പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തോ ഒരു അതീതനായ മനുഷ്യനാണ്, അയാൾക്ക് ഇതിലൊന്നും പങ്കില്ല, അയാളുടെ മക്കളിലെ കാര്യത്തിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അതിനെ വകവെച്ച് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പോകുന്നത് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിനകത്തേക്കാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFI കേസ് വന്നു, അപ്പോഴും പറഞ്ഞേ അതല്ല, കേസില്ല. മാസപ്പടി കേസ് വന്നു, മകനെതിരെ ED സമൻസ് മുഖ്യ കേസ് വന്നു. ഈ സമയത്തൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഭരണ സംവിധാനമാണ് കട്ടത് എന്ന് തുറന്നു പറയാൻ കെൽപ്പില്ലാത്തതാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, അവസാന കാലത്ത് എന്തൊക്കെയായിരുന്നു ബഹളം, സ്വർണ്ണക്കടത്ത്, അത് ഇത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച അന്വേഷണം, അതൊക്കെ ഒന്നും അല്ലതായില്ലേ? എന്നിട്ട് എന്തുണ്ടായി? പിണറായി വിജയൻ വീണ്ടും വന്നു, ഇതും അതുപോലെയാണ് എന്ന വാദം ഉയർത്തും CPM. അല്ല, വാദം ഉയർത്താതിരിക്കുകയോ ചെയ്യട്ടെ. ഈ അന്വേഷണം തുടങ്ങിയത് എവിടെയാണ്? നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ഈ അന്വേഷണം തുടങ്ങിയത് പിണറായി സർക്കാർ അല്ല, നമ്മുടെ ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വെച്ചത്. ആ സമയത്ത് ദേവസ്വം വിജിലൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ സംവിധാനമാണോ? അല്ല, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൊണ്ടല്ലേ, ഡിസംബർ മാസം 3 കേസുള്ളത് കൊണ്ടല്ലേ ഇന്ന് പത്മകുമാറിനെ അറസ്റ്റിലേക്ക് പോയത്. എത്ര ദിവസം അയാൾ ഒളിച്ചു നടന്നു കേരളത്തിനകത്ത്? അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാതെ എത്ര ദിവസം ഒളിച്ചു നടന്നു? എത്ര ദിവസം? അവസാനത്തെ വാണിംഗ് കിട്ടിയപ്പോഴല്ലേ പത്മകുമാർ ഈ ചോദ്യം ചെയ്യൽ ഹാജരായത്? കേരളത്തിലല്ലാതെ മറ്റെവിടെയും നടക്കുമോ? പത്മകുമാറിന്റെ ധൈര്യം എന്താ? എന്നെ സംരക്ഷിക്കും, കാരണം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്നെ പിടിക്കില്ല, എന്നെ പിടിച്ചാൽ അത് പാർട്ടിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടും എന്ന ആത്മവിശ്വാസമായിരുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘം അല്ലായിരുന്നുവെങ്കിൽ, ഹൈക്കോടതിയുടെ മേൽനോട്ടമില്ലായിരുന്നുവെങ്കിൽ, ഹൈക്കോടതിയിൽ കൃത്യമായ 6 ആഴ്ച അത് നീട്ടിക്കൊടുത്ത് ഡിസംബർ 3 കൊടുക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്നും പത്മകുമാർ പുറത്തു നടക്കുമായിരുന്നു. നേരത്തെ അജിംസ് ചോദിച്ചത് ശരിയാ. നേരത്തെ കേന്ദ്ര അന്വേഷണ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അത് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണല്ലോ നിർമ്മല സീതാരാമൻ വിളിച്ചു വരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചിത്രം പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ അമിത്ഷായുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ ചൊപ്പടി വിദ്യ പിണറായി വിജയൻ അറിയാം. പക്ഷെ കേരളത്തിലെ ഹൈക്കോടതി വെച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച ആത്മവിശ്വാസം. അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇന്നത്തെ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റ് ഒന്നുകൂടി VD സതീശനെതിരെ നോട്ടീസ് അയച്ച കടകംപള്ളി സുരേന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, നേരത്തെ അജിംസ് സൂചിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലത്ത് ഒരു സ്ത്രീ കേരളത്തിൽ വന്ന് പറഞ്ഞിരുന്നു ഇയാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന്. ഇയാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന അർദ്ധരാത്രി എനിക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന, സന്ദേശം അയക്കുന്ന, ഞാൻ അവിടേക്ക് വരട്ടെ എന്ന് ചോദിച്ച ആളാണ് കടകംപള്ളി എന്ന് പറഞ്ഞത് കേരളത്തിലുണ്ട്.
അന്ന് ആ ആൾക്കെതിരെ, ആ സ്ത്രീക്കെതിരെ ഒരു നോട്ടീസ് അയക്കാനുള്ള കെൽപ്പോ ചങ്കൂറ്റമോ നട്ടല്ലോ കടകംപള്ളി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനില്ലായിരുന്നു. വി ഡി സതീശനെതിരെ അയച്ചതിന്റെ കാര്യം വരട്ടെ. അതുകൊണ്ട് കടകംപള്ളി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങ് മിസ്റ്റർ ക്ലീൻ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വേറെ എന്തോ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവികളാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച, അല്ലെ എന്ന രീതിയിലൊരു നെറേഷൻ കേരളത്തിലുണ്ട്.